ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് റാസൽ കൈമയിലെ ഹോണ്ടഡ് പാലസിലാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. വരും ഗൈസ്. അങ്ങനെ ഞാൻ ഈ ഹോണ്ടഡ് പാലസിൻ്റെ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറിയപ്പോൾ കണ്ടോ, ഇതാണ് പാലസ്. ഞാൻ ആദ്യം തന്നെ എൻട്രൻസിൽ കണ്ടത് ഈ ഒരു പട്ടീനെയാണ്. ഇത് ഏത് ബ്രീഡ് പട്ടിയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാം. ഗൈസ്, ഞാൻ അങ്ങനെ ഈ പാലസിൻ്റെ ഉള്ളിലാണ്. ഈ കാണുന്നതാണ് ഈ പാലസിൻ്റെ, ഈ ഹോണ്ടഡ് പാലസിൻ്റെ വിസിറ്റേഴ്സ് റൂം. ഇനി ഞാനൊരു സാധനം കാണിച്ചു തരാം ഗൈസ്. താ നോക്കിയേ, ഈ സിമ്പിൾസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ സിമ്പിൾ അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയേ. ഇത് എനിക്ക് തൊടാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്, ഞാൻ തൊടുന്നില്ലതാ. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയേ, ഈ ഒരു സ്റ്റാച്യു കണ്ടോ, നല്ല രസമില്ലേ? ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു പാലസിലെ ഒരു ചെറിയൊരു ബെഡ്റൂമിലേക്കാണ്. ഈ പാലസിൽ 20 ബെഡ്റൂമുകളുണ്ട്. ഇപ്പോൾ കണ്ടതുപോലെ പല സൈസിലുള്ള 20 ബെഡ്റൂം ഉണ്ട്. ഇത് നോക്കിയേ, ഒരു പാമ്പിൻ്റെ സ്കിന്നാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഗൈസ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. ഇതാ നോക്കിയേ, ഇത് ശ്രീകൃഷ്ണനാണോ? നോക്കിയേ, മയിൽപ്പീലി ഉണ്ട്, ഓടക്കുഴലുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ലോക്ക് ആണ് ഇവിടെ ഉള്ളത്. അത് എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിൻ്റെ ഉള്ളിലത്തെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് മുറികളുണ്ട്. 20 ബെഡ്റൂം, പിന്നെ ഒരുപാട് ഡൈനിങ് ഏരിയ, അങ്ങനെ ഒരുപാട് മുറികളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ എവിടെ നിന്നാണ് പോയത്, നമ്മൾ എവിടെ നിന്നാണ് ഇറങ്ങിയത് എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. എൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ഗൈഡ് ഉള്ളതുകൊണ്ട് എനിക്ക് തിരിച്ച് ഓരോരോ സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒറ്റയ്ക്കൊന്നും ആരും ഇടയ്ക്ക് വരരുത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാലസ് മൊത്തം നടന്ന് കണ്ട് ക്ഷീണിച്ച് ഒരു പരിവായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പാലസ് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഈ പാലസിനെ എന്തുകൊണ്ടായിരിക്കും എല്ലാവരും ഒരു ഹോണ്ടഡ് പാലസ് എന്ന് വിളിക്കാൻ കാരണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പാലസിൽ ഒരു ഹോണ്ടഡ് ഫീല് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഈ പാലസിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഈ ഹോണ്ടഡ് പാലസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പാലസിൻ്റെ, ഈ ഹോണ്ടഡ് പാലസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും.